പരീക്ഷാ തട്ടിപ്പുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ചരിത്രപരമായ ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒട്ടും കാലതാമസം അരുതെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർശന നിലപാടോടെയാണ് ബിൽ തിങ്കളാഴ്ച തന്നെ സഭയിലെത്തിക്കുന്നത്. അതേസമയം വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ വിമർശനം ശക്തമാണ്. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ അതിശക്തമായ നിയമ സംവിധാനം ഒരുക്കുന്ന ഭേദഗതി ബില്ലിനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. വരും തിങ്കളാഴ്ച ബില്ല് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെക്കുമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയോ കാലതാമസമോ പാടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ യോഗത്തിൽ കർശന നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികളുമായി സംസാരിച്ച് സർക്കാർ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കിയപ്പോൾ അതിനെപ്പോലും കോൺഗ്രസ് എതിർക്കുകയാണെന്ന് കിരൺ റിജിജു കുറ്റപ്പെടുത്തി. പാർലമെന്റ് ഫംഗ്ഷൻ पार्लियामेंट चलती तो पार्लियामेंट में बहुत चीज बताया जा सकता है. और प्रधानमंत्री जी ने वीडियो डाला, बच्चों से संवाद किया और सरकार का मंशा को बताया. इसमें भी कांग्रेस पार्टी को आपत्ति है. ये तो ठीक बात नहीं है. जब प्रधानमंत्री जी नहीं बोलेंगे तो फिर कहते हैं कि प्रधानमंत्री जी बोलो. जब प्रधानमंत्री जी बोलते हैं तो फिर कहते हैं कि प्रधानमंत्री जी रात को क्यों बोले. ये कोई बात नहीं हुआ. इस तरह का नेता प्रतिपक्ष को बहाना ढूंढ करके कटाक्ष करने का कोई जरूरत नहीं है. समाधान ढूंढने चाहिए बच्चों का भविष्य के लिए. छात्रों का भविष्य को हम सब मिलकर के अच्छा कैसे कराए, इस पे ध्यान देना चाहिए. നീറ്റ് വിഷയത്തിൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സോനം വാങ്ചുക് പോലും നിരാഹാരം അവസാനിപ്പിച്ച് സഭയിൽ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കിരൺ റിജിജു ചൂണ്ടിക്കാട്ടി. പ്രശ്നപരിഹാരത്തിന് പരസ്പര വിശ്വാസത്തോടുകൂടിയുള്ള ചർച്ചകളാണ് വേണ്ടതെന്നും വിഷയം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് നിർത്തണമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. सोनम वांगचुक जी, उन्होंने भी अनशन तोड़ के अपनी बात रख दिया कि अब चर्चा होना चाहिए. मेरे ख्याल से अब इसको राजनीतिकरण करके फायदा नहीं है. हम लोगों को ठोस कदम कैसे उठाना चाहिए छात्रों का भविष्य के लिए. वेरी स्ट्रॉन्ग सिस्टम इन प्लेस फॉर द फ्यूचर ऑफ द स्टूडेंट. दिस हैज टू बी आवर प्रायोरिटी. सो by disrupting the parliamentary procedures and house, it will not yield any result. നീറ്റ് ചോർച്ചയെക്കുറിച്ച് പാർലമെന്റിൽ 5 ദിവസമായി ചർച്ച നടത്താൻ സർക്കാർ സന്നദ്ധമായിട്ടും പ്രതിപക്ഷം അതിന് അനുവദിക്കുന്നില്ല. രാഹുലും കോൺഗ്രസും സഭാ നടപടികൾ അനിശ്ചിതമായി തടസ്സപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ സമയം പാഴാക്കാനാണ്. പാർലമെന്റിൽ ചർച്ച തടസ്സപ്പെടുത്തി സമരം നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമമെങ്കിൽ രാജ്യത്തെ യുവാക്കളുടെയും ജനങ്ങളുടെയും കടുത്ത രോക്ഷവും പ്രഹരവും കോൺഗ്രസിന് നേരിടേണ്ടി വരുമെന്ന് കിരൺ റിജിജു മുന്നറിയിപ്പ് നൽകി. ജനം, ഡൽഹി.